ഗൈസ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഹെയർ കട്ടിന്. അപ്പോൾ ആ ഹെയർ കട്ട് ഞാൻ ലെയർ കട്ടായിരുന്നു കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലെയർ കട്ട് അടിച്ചാലുള്ളൊരു ദോഷം വെച്ചാൽ ഉള്ളില്ലാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ താഴേക്ക് തീരെ ഇല്ലാണ്ടാക്കി കിട്ടിയിരിക്കും. നമ്മളൊരു പോണിറ്റയിലൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അധികം കിട്ടാറ് ഇങ്ങനെ ഒടിച്ചിട്ട് താഴെ എടുത്തിട്ട് പെട്ടെന്ന് എനിക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു ഹെയർ സ്റ്റൈലാണ്, സിമ്പിൾ. അപ്പോൾ അത് താഴെ ഒട്ടും എന്താ ഉള്ളില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഹെയർ കട്ട് ചെയ്യാൻ നിങ്ങളെ കാണിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 2 തവണ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ നന്നായിട്ട് വളരുന്ന ഹെയറാണ്, പക്ഷേ ഉള്ളിൽ കൂടില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടാണ് നീട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് അത് എത്തിക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആദ്യം എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പം വീണ്ടും ഒരു ചീർപ്പ്, ഒരു കത്രിക, അതായത് ഒരു കൊമ്പ്, ഒരു സിസർ, ഇത് 2 എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം നന്നായിട്ട് ഈ ഒരു ജടയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ചിക്ക് നമ്മൾ പറയാം, അതായത് കെട്ട് കൊടുക്കും, അതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഈ സെൻറ്റർ തന്നെ ആവണേ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇന്നിപ്പോൾ 2 നാട കഷ്ണമായിട്ട്, ഞാൻ ഇതിന് നാടാനാണ് പറയാം, നിങ്ങൾ വേറെ എന്തെങ്കിലും പറയണേ. അതായത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ മുടി കെട്ടാൻ വേണ്ടിയിട്ട് തയ്യൽ കടയിൽ പോയിട്ട് പറയുമ്പോൾ അവിടെയുള്ളൊരു ചേട്ടൻ ഇങ്ങനെ കുറച്ച് തരുന്നു കേട്ടോ. കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും, പക്ഷേ ഇപ്പോൾ എനിക്ക് ചെറുത് മതി, അതുകൊണ്ട് ഞാൻ ഇതെടുത്താണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ട് വാർന്നിട്ട് ഓൾറെഡി ഹെയറിൽ കെട്ടത് പോക്കിയിട്ട് ഇപ്പോൾ ഇവിടെ കെട്ടി കൊടുക്കണം. അപ്പം ആദ്യം ഒരെണ്ണം മതി കേട്ടോ, ഒരെണ്ണം ആദ്യം എടുത്തിട്ട് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഇവിടെ നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റിൽ കെട്ടണം. ഇപ്പോൾ എൻ്റെ ഒരു ബണ്ണില്ല, ബണ്ണ് ഉള്ളത് ഇവിടെ കാണാണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാതെ ഇങ്ങനെ പിടിച്ചത്. അപ്പോൾ സെക്കൻഡ് കെട്ടാനുള്ള കയറിടാം. കയറല്ല ഞാൻ നാടാന്ന് പറയില്ല. അപ്പോൾ എനിക്ക് ഇത്ര വെച്ച് കെട്ടണം അതിനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കെട്ടാൻ വേണ്ടി പോകണേ. ഇത് പണ്ണാണെങ്കിൽ ഒന്നുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഹെയർ കട്ട് ചെയ്യുന്നവർക്ക് പറ്റിയൊരു കാര്യമാട്ടോ. അപ്പോൾ ഞാൻ ഇത് തൊട്ട് താഴായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. ഇതാണ് പൂച്ചാല് പോലെയുള്ളൂ, അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അന്നത്തെ ഓറഞ്ച് കത്രിക പൊട്ടി, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരു ബ്ലാക്ക് കത്രിക വാങ്ങിയിട്ട് കുറച്ചേക്ക് വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ, സങ്കടമുണ്ട്, പക്ഷേ എന്നാലും വെട്ടാണ്. ഓക്കെ, ഇത്രയ്ക്ക് മുടിയാട്ടോ വെട്ടിയിട്ടുള്ളത്. ഇത്രയ്ക്ക് മുടി ഏകദേശം ലെങ്ത്ത് വന്നിട്ട് അവിടെ അയക്കാൻ വേണ്ടി മുടി ഇത്രയ്ക്ക് ഹെയർ കട്ട് ചെയ്ത് മുടി ഇത് വിചാരിച്ചില്ല. ഇപ്പം ഹെയർ കട്ട് ചെയ്തിട്ടോ. ലോങ് ഹെയർ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളൊക്കെ എന്നോട് കട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഹെയർ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനിയിത് നീട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നോക്കുക എങ്ങനെയാണ് ഞാൻ എന്തൊക്കെ കെയറിങ് ഹെയറിൽ കൊണ്ട് വരുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസൊക്കെ മിസ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ ഓക്കെ.